ഓപ്പറേഷൻ സൈഹണ്ടിൽ അന്വേഷണം ഊർജിതമാക്കിയ തോടി കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 60-കാരിയായ അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി. അക്കൗണ്ടിലേക്ക് വന്നത് കോടികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചി നഗരത്തിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ പ്രാഥമിക പരിശോധനയിൽ 300 കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്തേക്ക് മ്യൂൾ അക്കൗണ്ടുകൾ വഴി എത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ തട്ടിപ്പ് പണമാണ്. ഓപ്പറേഷൻ സൈഹണ്ട് ശക്തമായതോടെ എല്ലാ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കളമശ്ശേരിയിൽ മകൻ 60-കാരിയായ അമ്മയുടെ അക്കൗണ്ടാണ് ദുരുപയോഗം ചെയ്തത്. 10 കോടിയുടെ ഇടപാടുകൾ അമ്മയുടെ അക്കൗണ്ട് വഴി നടത്തി. ഒടുവിൽ തട്ടിപ്പ് പോലീസ് പിടികൂടുമെന്നായതോടെ മകൻ മുങ്ങി. ഒളിവിലുള്ള മകനായി കളമശ്ശേരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. താൻ അറിയാതെയാണ് മകൻ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തതെന്നാണ് അമ്മയുടെ മൊഴി. തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ട് എടുത്തു നൽകി കെണിയിൽ വീണിരിക്കുന്നതിലേറെയും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടിയായിരുന്നു പലരും തിരിച്ചറിയൽ രേഖകൾ നൽകി ഈ ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘത്തിന് നൽകിയത്. ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചി നഗരത്തിൽ ഇതുവരെ 6 പേർ അറസ്റ്റിലായി. അതേസമയം ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചി ഏലൂരിൽ പിടിയിലായ ഹാഫിസിന് ലഭിച്ചത് 2.5 ലക്ഷം രൂപയാണ്. വിവിധ അക്കൗണ്ടുകളിലെത്തുന്ന തട്ടിപ്പ് പണം എടുത്തു നൽകുന്നതും തട്ടിപ്പിനായി അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതുമാണ് ഹാഫിസിന്റെ ജോലി. ഹാഫിസ് 3ാമത്തെ ലെയറിൽ പ്രവർത്തിക്കുന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിനിടെ കെണിയിൽ വീണ വിദ്യാർത്ഥികളിൽ പലരും ഒളിവിൽ പോയി. ഓപ്പറേഷൻ സൈഹണ്ട് ശക്തമായതോടെ മ്യൂൾ അക്കൗണ്ട് ഉടമകൾ ഒളിവിലാണ്. ഇതര സംസ്ഥാനങ്ങളിലെ തട്ടിപ്പ് പണവും കേരളത്തിലെ മ്യൂൾ അക്കൗണ്ടിലേക്ക് വ്യാപകമായി എത്തിയിട്ടുണ്ട്. ഒളിവിൽ പോയവരെല്ലാം കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സൈഹണ്ടിൽ പോലീസ് അന്വേഷണം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എണ്ണിയാൽ തീരാത്ത അത്രയും അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും. സാഹിൽ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.